വി.ഡി. സതീശൻ നിയമസഭയിലേക്ക് എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹചാരിയും ഉറ്റ അനുയായിയുമായ മുഹമ്മദ് ഷിയാസ് MLA കൂടി ഒപ്പമുണ്ട്. അല്പസമയത്തിനകം സഭയിലേക്ക് സഭയ്ക്കുള്ളിലേക്ക് സതീശൻ വരും. അതിനുശേഷം അല്പസമയങ്ങൾക്കകം തന്നെ നമുക്ക് പ്രതീക്ഷിക്കണം ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട്. 8:39 ഇപ്പോൾ, 8:40 സമയം. 20 മിനിറ്റിനകം സഭയിലേക്ക് മുഖ്യമന്ത്രി എത്തും. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി എത്തും. വി അരുൺ ചേരുന്നുണ്ട്. അരുണ്, വളരെ വേഗമാണ് കാര്യങ്ങൾ, വളരെ ക്വിക്കാണ് കാര്യങ്ങൾ. പുറപ്പെട്ടു. 2-3 മിനിറ്റിനകം അദ്ദേഹം ഇപ്പോൾ സഭയിലേക്ക് എത്തിക്കഴിഞ്ഞു. 9 മണിക്ക് തന്നെ കൃത്യം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? രഞ്ജിത്ത്, വി.ഡി. സതീശൻ വിസ്മയമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ബജറ്റുമായി നിയമസഭയിൽ എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ കന്നി ബജറ്റാണിത്. നമുക്കറിയാം, 2001 മുതൽ നിയമസഭയിലുള്ള ആളാണ് വി.ഡി. സതീശൻ. അദ്ദേഹം പലപ്പോഴും ധനകാര്യ വിഷയങ്ങളിൽ സഭയിലെ അവസാന വാക്കായി മാറുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയ സ്വപ്നങ്ങൾ, സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി എങ്ങനെ പോകണം, സാമ്പത്തിക സ്ഥിതി എങ്ങനെ പോകണമെന്ന കാര്യത്തിലേക്ക് വലിയ സ്വപ്നങ്ങളും വലിയ സങ്കല്പങ്ങളുമുള്ള നേതാവാണ് വി.ഡി. സതീശൻ. അദ്ദേഹം ഇതാദ്യമായ ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അതിന്റെയൊക്കെ പ്രതിഫലനം ബജറ്റിൽ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം. പ്രതിപക്ഷത്തായിരിക്കുമ്പോഴും ഭരണപക്ഷത്തായിരിക്കുമ്പോഴും സാമ്പത്തിക കാര്യങ്ങളിൽ, ധനപരമായ കാര്യങ്ങളിൽ വി.ഡി. സതീശന്റെ നിലപാടുകൾ കേരളം മുഴുവൻ ശ്രദ്ധിച്ചതാണ്. അദ്ദേഹത്തിന്റെ വിമർശനങ്ങളാകട്ടെ, അദ്ദേഹത്തിന്റെ ക്രിയാത്മക നിർദ്ദേശങ്ങളാകട്ടെ, അതെല്ലാം കേരളം വലിയ ശ്രദ്ധയോടുകൂടി കേട്ടതും പ്രതീക്ഷയോടുകൂടി കണ്ടതുമാണ്. അത്തരമൊരു നേതാവ് സ്വാഭാവികമായും ധനമന്ത്രിയായി വരുമ്പോഴും കേരളം വലിയ രീതിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. 4ാമത്തെ മുഖ്യമന്ത്രിയാണ്, ഈ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാൻ അവസരം ലഭിക്കുന്ന 4ാമത്തെ മാത്രം മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ. ശങ്കർക്കും C. അച്യുതമേനോനും ഉമ്മൻചാണ്ടിക്കും ശേഷം ബജറ്റ് അവതരിപ്പിക്കുന്ന മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ മാറുകയാണ്. അദ്ദേഹം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കേരളം ഈ ബജറ്റിനെ കാത്തിരിക്കുന്നത്. വിസ്മയങ്ങളുടെ ആരാധകനാണ് എപ്പോഴും വി.ഡി. സതീശൻ. വിസ്മയങ്ങളാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം പറഞ്ഞത്. സംസ്ഥാനം വലിയ വിസ്മയങ്ങളിലേക്ക് പോകും, ബജറ്റും അത്ര വിസ്മയമാകുമെന്ന് അദ്ദേഹം ഇതിനകം പ്രതീക്ഷ പങ്കുവച്ചു കഴിഞ്ഞു. ആ വിസ്മയ ബജറ്റ് അവതരിപ്പിക്കാനാണ് അല്പസമയം വി.ഡി. സതീശൻ തന്റെ ബജറ്റ് ഡോക്യുമെന്റുമായി നിയമസഭയിൽ എത്തിച്ചേർന്നത്. അതിനു മുമ്പ് തന്നെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും അടക്കമുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട്. MLA-മാരും ഒക്കെ സഭയിൽ എത്തിത്തുടങ്ങുന്നു. ഏതായാലും 9 മണിക്ക് തന്നെ ബജറ്റ് അവതരണം തുടങ്ങും. നമുക്കറിയാം, നിരവധി റെക്കോർഡുകൾ ഈ ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ ഉണ്ടായിട്ടുള്ളതാണ്. പലപ്പോഴും പല കാര്യങ്ങളിൽ, സമയത്തിന്റെ കാര്യത്തിലും ദൈർഘ്യത്തിന്റെ കാര്യത്തിലും കുറവിന്റെ കാര്യത്തിലും ഒക്കെ റെക്കോർഡുകൾക്ക് വേദിയായ സഭയാണ്. KM മാണിയുടെ ബജറ്റ് നേരെ പ്രസന്റ് ചെയ്യാൻ പോലും കഴിയാതെ പോയ വലിയ സംഘർഷാത്മക സാഹചര്യങ്ങളുടെ നിയമസഭയാണ്. മണിക്കൂറുകളെടുത്ത് 3 മണിക്കൂറിലേറെ എടുത്ത് TM തോമസ് ഐസക്കിന്റെ റെക്കോർഡ് ബജറ്റ് പ്രസംഗവും നടന്നത് ഇതേ കേരള നിയമസഭയിലാണ്. ആ സഭയിലേക്കാണ് വി.ഡി. സതീശൻ ഒരു നാടിന്റെ മുഴുവൻ പ്രതീക്ഷകളുമായി 10 വർഷം പുറത്തുനിന്ന മുന്നണിയുടെ വലിയ സ്വപ്നങ്ങളുമായി ബജറ്റ് അവതരിപ്പിക്കാൻ എത്തിയിരിക്കുന്നത്. ഇത്രയും നാൾ ധനകാര്യ വിദഗ്ധൻ എന്ന, ആദ്യം ധനസ്ഥിതിയെപ്പറ്റി, സാമ്പത്തിക മാനേജ്മെന്റിനെപ്പറ്റി, സാമ്പത്തിക ശാസ്ത്രത്തെപ്പറ്റി ഒന്നും അറിയാതിരുന്ന ഒരാൾ എന്നാണ് വി.ഡി. സതീശൻ തന്നെ വിശേഷിപ്പിച്ചത്. അങ്ങനെ അതിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ചെടുത്ത് ധനകാര്യ വിദഗ്ധന്മാരെ പോലും മറികടക്കുന്ന പ്രാഗൽഭ്യം ഈ മേഖല ഉണ്ടാക്കിയ രാഷ്ട്രീയ നേതാവാണ് വി.ഡി. സതീശൻ. അത്തരമൊരു നേതാവിന് വലിയ സങ്കല്പങ്ങൾ, വലിയ സ്വപ്നങ്ങൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി ഉണ്ടാകും. ആ സ്വപ്നങ്ങളുടെ ഒരു ആകത്തുകയായി അദ്ദേഹത്തിന്റെ ആദ്യ ബജറ്റ് മാറുമെന്നുറപ്പാണ്. എന്തെല്ലാം വിസ്മയങ്ങളാണ് വി.ഡി. സതീശൻ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നികുതി ചോർച്ചയുണ്ടായിട്ടുണ്ട്. ധനാഗമ മാർഗങ്ങൾ ഉണ്ടായിട്ട് പോലും അത് വേണ്ടവിധം ഉപയോഗിക്കാൻ തോമസ് ഐസക്കിനോ അതിനുശേഷം വന്ന KN ബാലഗോപാലിനോ കഴിഞ്ഞ വിമർശനം നിരന്തരം നിയമസഭയ്ക്കകത്തും പുറത്തും ഉന്നയിച്ച നേതാവാണ് വി.ഡി. സതീശൻ. ആ നികുതി ചോർച്ച അടയ്ക്കാൻ, ധനാഗമ മാർഗങ്ങൾ തുറക്കാൻ ഇതുവരെ ഒരു സർക്കാരും കണ്ടെത്താൻ കഴിയാതെ പോയ നികുതി വഴികൾ, ധനം വരേണ്ട വഴികളൊക്കെ കണ്ടെത്താൻ വി.ഡി. സതീശനാകുമോ? അതെന്തൊക്കെയാകും? കടലും കരിമണലും മാത്രമാകുമോ? പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവത്കരണത്തിലേക്ക് ഈ സർക്കാർ കടക്കുമോ? അങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. കിഫ്ബി എന്ന ശരി അരുണ, നമുക്കതിലേക്ക് വരാം. നമുക്കിപ്പോൾ അല്പസമയത്തിനകം ബജറ്റിലേക്ക് കടക്കേണ്ടതുണ്ട്. അവതരണം ഉടനാണ്. വി അരുണുള്ളത് നിയമസഭയ്ക്കുള്ളിൽ തന്നെയാണ്. തത്സമയം വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ഒരു ഇടവേള കൂടി അനിവാര്യമാണ്. അതിലേക്ക് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.